മീഡിയയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും. കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി കോൺഗ്രസിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസിനോട് കൂറോ വിധേയത്വമോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല. അവൻ ശത്രുക്കളുടെ കയ്യിലെ ആയുധമാണ്. കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട്, ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ആ പരിപ്പ് കോൺഗ്രസിനകത്ത് വേവില്ല. തീർച്ചയായിട്ടും അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പ് പുനഃസംഘടിക്കുന്നതോടുകൂടി ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമാകും. ഈ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ തന്നെയാണോ ഇത്തരത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണോ തങ്ങൾക്ക് അനാവശ്യമായ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഈ പാർട്ടിയുടെ തായ്വേരുകൾ അറുത്തുമുറിക്കാൻ ശ്രമിക്കുന്ന അത്തരം പ്രവണതകളെ ഉന്മൂലനം ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്.